പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കോമ്പറ്റീഷനിൽ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. കൃഷിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് മാനസ. ഇതോടെ കൃഷ് ആകെ തകർന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം മാനസ, വളരെ നിഷ്പ്രയാസം നിനക്ക് നേടാവുന്ന കാര്യങ്ങളായിരുന്നില്ലേ നിന്റെ മുൻപിൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്നും സത്യങ്ങൾ നിനക്ക് ഏത് നിമിഷവും വിളിച്ചു പറയാൻ സാധിക്കുമായിരുന്ന അവസ്ഥയായിരുന്നു നിനക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും നീ എന്നെ സഹായിക്കുന്നതിനായി കൂടെ നിന്നു. എന്തുകൊണ്ടാണ് കൺമണി നീ എനിക്ക് വേണ്ടി ഈ സഹായം ചെയ്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, മാഡം എന്നിൽ അർപ്പിച്ച പ്രതീക്ഷ എനിക്ക് കാക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തൊക്കെ സംഭവിച്ചിട്ടും മാമിൻ്റെ കൂടെ നിൽക്കുന്നതിന് തയ്യാറായത്. മാത്രവുമല്ല, കൃഷിനോടുള്ള മാനസയുടെ സ്നേഹം തന്നെ വളരെയധികം സ്പർശിച്ചു. ഒരാൾക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത് സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ മാം ജയിക്കണം. അത് എൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം വിട്ടു നൽകുന്നതിനായി തയ്യാറായത്. മാനസ ഇന്നും എൻ്റെ നല്ലൊരു കൂട്ടുകാരി കൂടി ആയിരിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് മാനസ ആകെ ഞെട്ടിപ്പോവുകയും കൺമണിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ്. നീ ഇന്നു മുതൽ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. മാത്രവുമല്ല, നിനക്ക് എന്ത് ആവശ്യം വന്നാലും എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും. ഇത് മാനസയുടെ ഉറപ്പാണ്. ഒരിക്കലും ഈ ഉറപ്പ് മാറുകയില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന മാനസ ഇതേ തുടർന്ന് ആൻറ്റിയമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കൺമണി തന്നെ ചതിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിക്കുകയും, അവളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ നിലയിൽ എത്താൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ, നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിനക്ക് വീണ് കിട്ടിയത്. അത് നീ പരമാവധി മുതലാക്കണം. എന്നാൽ മാത്രമാണ് നിനക്ക് കാര്യമുണ്ടാവുകയുള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രഷർ ചെലുത്തേണ്ടതാണ്. എന്നാൽ വിവാഹവും എളുപ്പത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ആൻറ്റിയമ്മ വേണം തന്ത്രത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനെന്ന് പറഞ്ഞതിനെ തുടർന്ന്, അതിനെന്താ മോളെ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ആൻറ്റിയമ്മ നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇതേ തുടർന്നാണ് ആൻറ്റിയമ്മ തന്ത്രത്തിൽ സാഗറിനെ ചെന്ന് കാണുകയും സാഗറിനോട് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സാഗർ അത് ശരി തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു. എൻഗേജ്മെൻ്റ് തീയതി ഇനിയധികം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു തീരുമാനമുണ്ടാക്കാം. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ, പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് വിഷമിക്കുന്നത്? ഉടൻ തന്നെ മാനസയുടെ അച്ഛനെയും അമ്മയെയും ചെന്ന് കാണണം. അവരുടെ ജാതകം വാങ്ങിച്ച് ഉടൻ തന്നെ ഒരു ജ്യോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കുകയും ചെയ്യുക. കാര്യങ്ങൾ ഉടൻ തന്നെ പെട്ടെന്ന് നടക്കുകയാണ് വേണ്ടത്. മാനസ ഈ വീടിന് എന്തുകൊണ്ടും ഐശ്വര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവൾ കൈവച്ച 2 പ്രൊജക്റ്റും നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിസ്സംശയം അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഈ വീടിന് അത് ഐശ്വര്യം മാത്രമാണ് നൽകുക. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് സുജ. മാത്രവുമല്ല, ഞാൻ തന്നെ ഉടൻ പോകാം എന്ന് സുജ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന കൃഷിന് ഒട്ടും തന്നെ കാര്യങ്ങൾ ഇഷ്ടമാകുന്നില്ല. പക്ഷേ എങ്ങനെയാണ്
ഇനിയിപ്പോൾ ഇടപെട്ട് വിവാഹം മുടക്കുക എന്നുള്ള ചോദ്യമാണ് കൃഷിൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത്. ഇതേസമയം സാഗറാകട്ടെ വീട്ടിലെ പ്രഷർ കാരണം സുജയെയും കൂട്ടിക്കൊണ്ട് മാനസയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. മാനസയുടെ അച്ഛനോടും അമ്മയോടും മാനസ കാരണം ഒരുപാട് ഗുണങ്ങളാണ് ഞങ്ങളുടെ ഫാമിലിക്കും ബിസിനസ്സിനും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനസ മോളെ ഇനി സ്വന്തം മോളായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഒരു ഡേറ്റ് നോക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഒരു ജ്യോത്സ്യനെ കാണുന്നതിനായി പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനെന്താ, ഉടൻ തന്നെ പോകാമെന്ന് വ്യക്തമാക്കുകയാണ് മാനസയുടെ മാതാപിതാക്കൾ. ഇതോടെ അവർ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനായി പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ക്രിഷ് മഹിയെ ചെന്ന് കാണണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഡേറ്റ് കുറിച്ച് നൽകുകയാണ് ജ്യോത്സ്യൻ. ഉടൻ തന്നെ ഇതോടെ എൻഗേജ്മെൻറ്റ് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്. മാനസ ഇതോടെ ആൻറ്റിയമ്മയെ ഫോൺ ചെയ്യുകയും കാര്യങ്ങൾ ഇനി നിഷ്പ്രയാസം നടക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും ക്രിഷ് ഇനി എൻ്റേതു മാത്രമായിരിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ് എന്ന് അറിയിക്കുകയും ഉടൻ തന്നെ കൺമണിയെ ചെന്ന് ഈ കാര്യം അറിയിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ കൺമണിയുടെ കൂട്ടുകെട്ട് വേണോ എന്ന് ആൻറ്റിയമ്മ ചോദിക്കുന്നു. അത് അത്യാവശ്യമാണ് എന്നും അവളെ ഇനി തൻ്റെ ഒരു നല്ല കൂട്ടുകാരിയായിട്ടാണ് ഞാൻ കരുതുന്നത്, അവളെ നമുക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മാനസ ഇതേ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി വീട്ടിലേക്ക് പോകുന്നു. ഇതേസമയം മഹിയാകട്ടെ നിനക്കിനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, മാനസയുടെ കഴുത്തിൽ നീ തന്നെ താലി കെട്ടേണ്ടതായി വരും എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തത് ക്രിഷിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.